ഗുഡ് മോർണിംഗ് ഓൾ. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. അതായത് ഡിഗ്രി ഈ വർഷം മുതലാണ് 4 വർഷ പ്രോഗ്രാം ആയിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കുറച്ച് പുതിയ പുതിയ വാക്കുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് FIUGP എന്താണെന്ന്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് FIUGP. FIUGP എന്ന് പറഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അതായത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെയാണ് നമ്മൾ FIUGP എന്നുള്ള പേരിൽ പറയുന്നത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് സെമസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ സെമസ്റ്റർ അതായത് +2 വരെയുള്ള കാലയളവിൽ നമുക്ക് ആ സെമസ്റ്റർ സംവിധാനമല്ല ഇവിടെ ഉള്ളത്. ഇയർലി ആണ് സംവിധാനമാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളിലൊക്കെ ഉള്ളത്. അപ്പൊ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 18 ആഴ്ചയുള്ള ഒരു പീരീഡിനെയാണ് സെമസ്റ്റർ ആയിട്ട് കാണുന്നത്. അപ്പൊ അതിൽ തന്നെ 15 വീക്ക് ക്ലാസ്സും 3 വീക്ക് എക്സാമും. ഇങ്ങനെ 15 വീക്ക് ക്ലാസ്സും 3 വീക്ക് എക്സാമും ഉൾപ്പെടുന്നതിനെയാണ് നമ്മളൊരു സെമസ്റ്റർ ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ +2 വരെയുള്ള ഇതിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ 2 സെമസ്റ്റർ ചേർന്നിട്ടുള്ളതാണ് ഒരു അക്കാഡമിക് ഇയർ. അതായത് ഒരു ഓഡ് സെമസ്റ്ററും ഒരു ഈവൻ സെമസ്റ്ററും. പിന്നെ അതോടൊപ്പം ഒരു വെക്കേഷൻ കൂടി വരുമ്പോഴാണ് ഒരു അക്കാഡമിക് ഇയർ ആവുന്നത്. അതായത് ഒരു അക്കാഡമിക് ഇയറിൽ 2 സെമസ്റ്റർ ഉണ്ടാവും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വരുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ പല കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ചില കാര്യങ്ങൾ, ഇന്റേണൽ സംവിധാനങ്ങൾ, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇതാണ്. ആ ഒരു ബോഡിയാണ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ അക്കാഡമിക് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് FIUGPന്റെ ഭാഗമായിട്ട്. അതായത് നമ്മളൊരു കോളേജിലെ ഓരോ കോളേജിലും ഒരു അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. ആ അക്കാഡമിക് കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് കോളേജ് ലെവലിലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റേഴ്സ്, അതായത് ഓരോ ഡിസിപ്ലിനിലും ജോയിൻ ചെയ്യുന്ന FIUGPയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ. അതായത് കോളേജിൽ ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ടാവുന്നത് പോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ഉണ്ടാവും. ആ അധ്യാപകനായിരിക്കും ഡിപ്പാർട്ട്മെന്റിലെ FIUGP സംവിധാനങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ആയിരിക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളെല്ലാം തീർത്തു തരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു റോളാണ് ഡിപ്പാർട്ട്മെന്റിലെ FIUGP ആയി ബന്ധപ്പെട്ട് നിർവഹിക്കാനുള്ളത്. പിന്നെ മറ്റൊരു സംവിധാനമാണ് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഡിഗ്രി സംവിധാനത്തെ, പുതിയ 4 വർഷ ഡിഗ്രി സംവിധാനത്തെ ഒക്കെ നമ്മൾ നിർവചിക്കുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. അപ്പൊ ഇത് എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിറ്റ് ഓഫ് അക്കാഡമിക് ഇൻപുട്ട്. അതായത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അക്കാഡമിക് ഇൻപുട്ടിന്റെ ഒരു യൂണിറ്റ് ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പല പല സാധനങ്ങൾക്ക് പല പല യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമയമാണെങ്കിൽ സെക്കൻഡ്, പിന്നെ ലെങ്ത് ആണെങ്കിൽ മീറ്റർ, അതുപോലെ പല പല കാര്യങ്ങൾക്ക് പല പല യൂണിറ്റുകൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അക്കാഡമിക് ഇൻപുട്ട് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു യൂണിറ്റിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പേപ്പറും, നിങ്ങൾ പഠിക്കുന്ന ഓരോ പേപ്പറുകളും അതിനൊക്കെ ഒരു ക്രെഡിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പഠിക്കുന്ന അക്കാഡമിക് ഇൻപുട്ടിന്റെ ഒരു യൂണിറ്റ് ആണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്രെഡിറ്റ് കോഴ്സിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആഴ്ചയിൽ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ 4 ക്രെഡിറ്റ് കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ 4 മണിക്കൂറായിരിക്കും ക്ലാസ് ആഴ്ചയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കോഴ്സിന് ആഴ്ചയിൽ 1 മണിക്കൂർ, 4 ക്രെഡിറ്റ് കോഴ്സിന് 4 മണിക്കൂർ. അപ്പൊ മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഈ ക്രെഡിറ്റിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റിനെ കുറിച്ച് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIUGPയെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ ആളുകൾക്കുള്ള സംശയമാണ് ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം 4 വർഷം തന്നെ ചെയ്യണോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്.
അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതായത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിലും 4 വർഷം തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ FIUGP തന്നെ വിവിധ തരത്തിൽ തരംതിരിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കുറച്ച് 3 തരത്തിൽ FIUGP പ്രോഗ്രാമിൽ നമുക്ക് സമീപിക്കാൻ പറ്റും. ആ 3 എണ്ണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇതാണ് 3 ഇയർ UG പ്രോഗ്രാം. അതായത് നമുക്ക് ഇപ്പോ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും 3 വർഷം കഴിയുമ്പോൾ ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഒരു ഡിഗ്രി വാങ്ങിച്ച് പുറത്തിറങ്ങാൻ പറ്റും. അതിനുള്ള സംവിധാനമുണ്ട്. അതായത് 4 വർഷ ഡിഗ്രി ആണെങ്കിലും 3 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് സാധാരണ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സംവിധാനം ഈ 4 വർഷ ഡിഗ്രി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുണ്ടായി. അപ്പൊ നമ്മൾ 3 ഇയർ UG പ്രോഗ്രാമിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 133 ക്രെഡിറ്റ് ആണ്. അതായത് ഒരു വിദ്യാർത്ഥി 133 ക്രെഡിറ്റ് 3 വർഷം കൊണ്ട് നേടുകയാണെങ്കിൽ അയാൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടുന്നതാണ്. അതായത് ക്രെഡിറ്റ് നേടുക എന്ന് വെച്ചാൽ ആ 3 വർഷത്തിൽ 133 ക്രെഡിറ്റിന്റെ കോഴ്സുകൾ ഉണ്ടാവും. ഓരോ കോഴ്സിന് ഓരോ ക്രെഡിറ്റുകൾ ഉണ്ടാവും. അത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ പറയുന്നതാണ്. ആ ക്രെഡിറ്റുകൾ 133 ക്രെഡിറ്റ് 3 വർഷം കൊണ്ട് നേടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ക്രെഡിറ്റ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതിൽ എക്സാം എഴുതുകയും ഓരോ വിഷയവും പാസ്സാവുമ്പോഴാണ് നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടുന്നത്. അങ്ങനെ 133 ക്രെഡിറ്റ് കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ട് അതെല്ലാം പാസ്സാവുമ്പോൾ അയാൾക്ക് 3 വർഷ ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രോഗ്രാമാണ് നമ്മൾ 4 വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് 4 വർഷ ഡിഗ്രിയിൽ 2 രീതിയിൽ നമുക്ക് 4 വർഷ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒന്ന് 4 ഇയർ ഡിഗ്രി ഹോണേഴ്സ് പ്രോഗ്രാം ആണ്. ഈ ഒരു ഈ സംവിധാനത്തിലൂടെ നമുക്ക് 4 വർഷ ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതോളം തന്നെ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 177 ക്രെഡിറ്റ് ആണ്. 177 ക്രെഡിറ്റ് 4 വർഷത്തിൽ നേടുമ്പോഴാണ് അദ്ദേഹത്തിന് 4 വർഷ ഡിഗ്രി കിട്ടുന്നത്. അപ്പോ ഈ ഒരു 4 വർഷ ഡിഗ്രി ഹോണേഴ്സ് പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഈ 4ാമത്തെ വർഷത്തിൽ അതായത് 8ാമത്തെ സെമസ്റ്റർ 4 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയറിൽ 2 സെമസ്റ്ററുകൾ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. അപ്പം 4 വർഷ ഡിഗ്രിയിൽ 8 സെമസ്റ്റർ ഉണ്ടാവും. അപ്പൊ 8ാമത്തെ സെമസ്റ്ററിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 12 ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ 4 വർഷ പ്രോഗ്രാമിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, 2 രീതിയിലേക്ക് തരംതിരിക്കുന്നത്. അപ്പൊ നമ്മൾ 4 ഇയർ ഹോണേഴ്സ് പ്രോഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ 8ാമത്തെ സെമസ്റ്ററിൽ ഒരു 12 ക്രെഡിറ്റിന്റെ പ്രോജക്റ്റ് ചെയ്യാം. ഇൻ കേസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം 3 പേപ്പർ പഠിച്ചാലും മതി. അതായത് പ്രോജക്റ്റ് മാൻഡേറ്ററി അല്ല ഹോണേഴ്സ് പ്രോഗ്രാമിൽ. ഹോണേഴ്സ് പ്രോഗ്രാമിൽ 3 പേപ്പർ പഠിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ ഇതെന്ന് പറയുന്നത് അതൊരു ചെറിയ രീതിയിലുള്ള പ്രൊജക്റ്റ് അല്ല, കുറച്ചുകൂടി ഒരു വലിയ രീതിയിലുള്ള പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ 12 ക്രെഡിറ്റ് പ്രോജക്റ്റ് ആണ് ഇത് വരുന്നത്. 12 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 3 പേപ്പറിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് കുട്ടി ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രോജക്റ്റ് വളരെ കുറച്ച് കാര്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ പ്രോജക്റ്റ് മാൻഡേറ്ററി അല്ല എന്തിന് ഹോണേഴ്സ് പ്രോഗ്രാമിൽ. പ്രൊജക്ട് ബാർ 3 കോഴ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രോഗ്രാമാണ് 4 ഇയർ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ഇത് വളരെ അതായത് 4 വർഷ ഡിഗ്രീന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ആണ്. അതായത് നമ്മൾ വിദേശത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വിദേശത്തുള്ള ഡിഗ്രികളൊക്കെ 4 വർഷ പ്രോഗ്രാമുകളാണ് മിക്കവാറും രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അവിടെ ഉള്ള കുട്ടികൾ ഇതേപോലെ 4 വർഷ ഡിഗ്രി കഴിഞ്ഞിട്ട് പല സ്ഥാപനങ്ങളും റിസർച്ചിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നില്ല. 3 വർഷ ഡിഗ്രി ആയതുകൊണ്ട് നേരിട്ട് ഡിഗ്രി കഴിഞ്ഞാൽ റിസർച്ചിനൊന്നും ചെയ്യാൻ നേരിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സംവിധാനത്തിൽ 3 വർഷം കഴിഞ്ഞ് 2 വർഷം PG ക്ക് ശേഷമാണ് ആളുകളൊക്കെ റിസർച്ചിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 4 വർഷം ഡിഗ്രി കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് റിസർച്ചിലേക്കൊക്കെ നേരിട്ട് പോകാൻ പറ്റും. അത്തരം ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച്. അതായത് കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സുന്ദർ പിച്ചെ. അദ്ദേഹം ഇതിന്റെ ഗൂഗിളിന്റെ CEO ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടർ, അതായത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഏരിയ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടർ. അപ്പൊ അതില് ഗൂഗിൾ ഉണ്ടാക്കിയ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അവരുടെ CEO നിൽക്കുന്ന ഒരു പടമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം റിസർച്ച് ഓറിയന്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക്, അതായത് ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകുന്നത് 4ാം വർഷത്തിലാണ് കുട്ടി ഇത് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം 3 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുന്നതിന്
ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് കുട്ടി ആദ്യത്തെ 6 സെമസ്റ്ററുകളിൽ, അതായത് 3 വർഷങ്ങളിൽ എവറേജ് ആയി, മൊത്തത്തിൽ എവറേജ് ആയിട്ട് ഒരു 75% മാർക്കിലധികം എന്ത് ചെയ്യണം, ആദ്യത്തെ 3 സെമസ്റ്റർ അല്ല 3 വർഷങ്ങളിലായിട്ട് നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 75% മേലെ മാർക്ക് വാങ്ങിച്ച ഏത് കുട്ടികൾക്കും, റിസർച്ച് താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാൻ പറ്റും. ഇതിന്റെയും ക്രെഡിറ്റ് 177 ആണ്. പിന്നെ വർഷം എന്ന് പറയുന്നത് 4 വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുള്ളോളം 12 ക്രെഡിറ്റ് മാൻഡേറ്ററി പ്രൊജക്ട് ഉണ്ട്. ഇതിൽ പ്രൊജക്ട് മാൻഡേറ്ററി ആണ്. ആ പ്രൊജക്ട് കുറച്ചുകൂടി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. അപ്പം ആ പ്രൊജക്ട് ഗൈഡ് ചെയ്യുന്ന നമ്മുടെ ഗൈഡ് ഏതെങ്കിലും ഒരു അധ്യാപകനൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊജക്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. ആ അധ്യാപകൻ എന്ന് പറയുന്നത് PhD ഹോൾഡർ ആയിരിക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. പല ഡിപ്പാർട്ട്മെന്റുകളും റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ അവിടെ ഒരു PhD നേടിയ അധ്യാപകൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാൻ പറ്റും. ഇനി ഏതെങ്കിലും കോളേജുകളിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളല്ല, അവിടെയുള്ള ഏതെങ്കിലും PhD നേടിയ അധ്യാപകൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് ഈ ഒരു ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ആ കോളേജിന് ഓഫർ ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 തരത്തിലുള്ള പ്രോഗ്രാം, ഹോണേഴ്സ് 3 ഇയർ പ്രോഗ്രാം, പിന്നെ 4 ഇയറിൽ 2 രീതിയിലുണ്ട്. ഹോണേഴ്സ് പ്രോഗ്രാം ഉണ്ട്, ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ 3 വർഷത്തിന് ശേഷം ആലോചിച്ചാൽ മതി. ഈ 3 ഓപ്ഷനും കുട്ടിക്ക് ഉണ്ട്. 3 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം, 4 വർഷം കഴിഞ്ഞിട്ട് ഹോണേഴ്സ് നേടിയിട്ട് പുറത്തിറങ്ങാം, അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് നേടിയിട്ട് പുറത്തിറങ്ങാം. ഈ തരത്തിൽ 3 രീതിയിലും നമുക്ക് കുട്ടിക്ക് നമ്മുടെ 4 വർഷ ഡിഗ്രി സംവിധാനത്തെ സമീപിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനത്തിനെക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം മുമ്പൊക്കെ നമ്മൾ എന്തുണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നത് മെയിൻ കോംപ്ലിമെന്ററി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു, മെയിൻ സബ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ വാക്കുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. മേജർ, മൈനർ, അങ്ങനത്തെ പുതിയ പുതിയ വാക്കുകളാണ് നമ്മൾ പല പല സബ്ജക്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മേജർ എന്താണെന്ന് നോക്കാം. അതായത് കുട്ടി ഏതെങ്കിലും ഒരു സ്ട്രീമിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മേജർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി സുവോളജിയിലാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കുട്ടിയുടെ മേജർ സുവോളജിയാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ കുട്ടി 3 വർഷത്തിനുള്ളിൽ എത്രയാണ് ക്രെഡിറ്റ് നേടേണ്ടതെന്ന് വെച്ചാൽ 68 ക്രെഡിറ്റ് ആ ഒരു സബ്ജക്റ്റിൽ, അതായത് 133 ക്രെഡിറ്റ് ആണ് 3 വർഷ ഡിഗ്രീന്റെ ടോട്ടൽ ക്രെഡിറ്റ്. അതിന്റെ 50% എങ്കിലും അഡ്മിഷൻ എടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുട്ടി നേടേണ്ടതാണ്. അതായത് 68 ക്രെഡിറ്റ് എങ്കിലും കുട്ടി ഈ 3 വർഷം കൊണ്ട് ആ അഡ്മിഷൻ എടുത്ത സുവോളജിയിലാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ അതിൽ നിന്ന് നേടേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ മേജർ കോഴ്സിന്റെ ക്രെഡിറ്റുകളെല്ലാം 4 ക്രെഡിറ്റ് കോഴ്സുകളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ മേജർ കോഴ്സുകളും 4 ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 17 × 4 അങ്ങനെയാണ് 68. അതായത് 3 വർഷത്തിനുള്ളിൽ കുട്ടി ഒരു മേജറിൽ നിന്ന് 17 പേപ്പർ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ 4 വർഷ ഡിഗ്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ 177 ആണ് 4 വർഷ ഡിഗ്രിക്കുള്ള ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത്. അതിന്റെ ഒരു 50% എബവ് നേടേണ്ടതാണ്. അപ്പോൾ 88 ക്രെഡിറ്റ് ആണ് 4 വർഷ ഡിഗ്രിയിൽ മേജറിൽ നിന്ന് കുട്ടി നേടേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു എക്സാക്ട് 133ന്റെ 50% അല്ല 68, കാരണം എല്ലാ പേപ്പറും 4 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണ് 68, 88 എന്നൊക്കെ വരുന്നത്. ഇനി നമ്മൾ ആർട്സ് കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ആർട്സ് കോളേജിൽ ഇത്രയും സബ്ജക്റ്റുകളിലാണ് മേജർ ഓഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അറബിക് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മലയാളം ഉണ്ട്, ബോട്ടണി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഹിന്ദി, ഫിസിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, സുവോളജി, ഇത്രയും ഡിപ്പാർട്ട്മെന്റ് 12 ഡിപ്പാർട്ട്മെന്റുകളിലാണ് ആർട്സ് കോളേജിൽ മേജർ നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പം ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളെല്ലാം തന്നെ ഈ ഏതെങ്കിലും മേജർ ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മൈനറിനെ കുറിച്ചാണ്. മൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് നേരത്തെ മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോംപ്ലിമെന്ററി അല്ലെങ്കിൽ സബ്സിഡറി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരും. അതിന് തത്തുല്യമായിട്ട് പുതിയ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാക്കാണ് മൈനർ എന്ന് പറയുന്നത്. ഈ മൈനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജറുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആണ്. മേജറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടാതെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് മൈനർ വരുന്നത്. ടോട്ടൽ നമ്മൾ ഒരു ഡിഗ്രി 4 വർഷ ഡിഗ്രി കാലയളവിൽ
കുട്ടി എടുക്കേണ്ടത് ടോട്ടൽ 6 മൈനർ പേപ്പേഴ്സ് ആണ്. 6 മൈനർ കോഴ്സുകൾ കുട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 4 ഇയർ ഡിഗ്രീന്റെ ഭാഗമായിട്ട് മേജറിൽ 17 പേപ്പർ കുട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ മൈനറിൽ 6 പേപ്പറാണ് കുട്ടി പഠിക്കേണ്ടത്. ആ 6 പേപ്പർ 4 ക്രെഡിറ്റ് കോഴ്സാണ്. അപ്പം 6 × 4 24 ക്രെഡിറ്റ് ആണ് മൈനർ വിഭാഗത്തിൽ നിന്ന് നേടേണ്ടത്. അതായത് ടോട്ടൽ 133 ആണ് കുട്ടിക്ക് കിട്ടേണ്ടത്. അതിൽ 68 ക്രെഡിറ്റ് മേജറിൽ നിന്ന് നേടുന്നു, 24 ക്രെഡിറ്റ് മൈനറിൽ നിന്നാണ് നേടേണ്ടത്. ഈ 24 ക്രെഡിറ്റ് കുട്ടിക്ക് പല രീതിയിൽ ഡിഫറെന്റ് രീതിയിൽ പല രീതിയിൽ എടുക്കാൻ പറ്റും. മുമ്പുള്ളത് പോലൊന്നും ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ എല്ലാവരും ഒരേ രീതിയിലല്ല മൈനർ കോഴ്സുകൾ എടുക്കാവുന്നത്. കുട്ടികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മൈനറുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ FIUGPയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ മൈനർ നമ്മൾ പറഞ്ഞു 6 പേപ്പർ ആണുള്ളത് എന്ന് പറഞ്ഞു, 24 ക്രെഡിറ്റ് ആണ്. ഈ 6 പേപ്പറുകൾ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ഡിസിപ്ലിൻ എടുക്കാം. അതായത് ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന 6 പേപ്പറുകൾ കുട്ടിക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് അങ്ങനെ ആ 24 ക്രെഡിറ്റ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനർ വിഭാഗത്തിൽ നേടാൻ പറ്റും. അത് ഒരു ഓപ്ഷനാണ്. ഇനി ഒരു കുട്ടി വിചാരിക്കുകയാണ് ഞാൻ 2 സബ്ജക്റ്റിൽ നിന്നാണ് ഈ 6 പേപ്പർ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ അത് എങ്ങനെ വേണമെങ്കിൽ നേടാന്ന് വെച്ചാൽ അപ്പൊ 3+3 ആ രീതിയിൽ, അതായത് ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണ് കെമിസ്ട്രിയിൽ നിന്ന് 3 പേപ്പർ എടുക്കാം, മാത്സിൽ നിന്ന് 3 പേപ്പർ എടുക്കാം. അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് പല രീതിയിൽ എടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും 3 രീതിയിൽ ആ തരത്തിൽ നമ്മുടെ FIUGPനെ പാത്വേ എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആൾ കോഴ്സസ് ഫ്രം മോർ ദാൻ 2 ഡിസിപ്ലിൻ, 2-ലധികം ഡിസിപ്ലിനിൽ നിന്ന് കുട്ടിക്ക് വേണമെങ്കിൽ ഈ 6 പേപ്പറുകൾ എടുക്കാം. 6 പേപ്പർ ഒരു ഡിസിപ്ലിനിൽ എടുക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഡിസിപ്ലിൻ എടുക്കാം 3+3 ആയിട്ട്. അപ്പം കുട്ടിക്കൊക്കെ കിട്ടുന്ന ഡിഗ്രി അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കുട്ടിക്ക് 6 പേപ്പറും പല രീതിയിൽ എടുക്കാം. അതായത് 2-ലധികം സബ്ജക്റ്റുകൾ വേണം. 3 സബ്ജക്റ്റിൽ നിന്ന് എടുക്കാം, ഒരെണ്ണത്തിൽ നിന്ന് 3, വേറെ ഒരെണ്ണത്തിൽ 2, ഒരെണ്ണത്തിൽ 1 എന്നുള്ള രീതിയിൽ എടുക്കാം. വേണമെങ്കിൽ 2 എന്ന് എടുക്കാം. പിന്നെ വേണമെങ്കിൽ 6 സബ്ജക്റ്റിൽ നിന്ന് എടുക്കാം. അങ്ങനെയല്ല എല്ലാ ഓപ്ഷനും കുട്ടിക്കുണ്ട്. ഈ 3 രീതിയിൽ എടുക്കുന്നേരം 3 തരത്തിലുള്ള പാത്വേയിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്. അപ്പൊ പാത്വേയിലേക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 രീതിയിലേക്ക് ഇതാക്കിയുള്ളത്. 6 പേപ്പറും ഒരെണ്ണത്തിൽ നിന്ന് എടുക്കാം, 6 എണ്ണം 2 എണ്ണത്തിൽ നിന്ന് എടുക്കാം, 6 എണ്ണം വേറെ ബാക്കിയുള്ള എല്ലാ ചോയ്സുകളും എല്ലാം കൂടി ഉള്ളതിനെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇനി നമ്മുടെ ആർട്സ് കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈനർ ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് 15 ഡിപ്പാർട്ട്മെന്റുകളാണ് മൈനർ ഓഫർ ചെയ്യുന്നത്. അതായത് ഒരു ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ 15 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മൈനർ കോഴ്സുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ബോട്ടണി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മലയാളം, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്, ഹിന്ദി, ഫിസിക്സ്, ജേർണലിസം, ഹിസ്റ്ററി, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും കുട്ടിക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു ക്ലാസ്സിൽ എന്തുണ്ട് വെച്ചാൽ നമ്പർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്കണോമിക്സിന്റെ ഒരു പർട്ടിക്കുലർ മൈനർ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 50-ഓ 60-ഓ എത്ര ഒരു നമ്പർ കുട്ടികളെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ അപ്ലിക്കൻസ് വന്നാൽ നമ്മൾ അവിടെയുള്ള അവരുടെ ഇൻഡെക്സ് മാർക്കുകളൊക്കെ വെച്ചിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു കുട്ടിക്ക് ഏത് മൈനർ വേണമെങ്കിലും എടുക്കുന്നതിന് പ്രശ്നമില്ല. മേജർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുന്നത് അത് ഫിക്സ്ഡ് ആയിരിക്കും. മൈനർ കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ചൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത സ്ട്രീമുമായിട്ട് കുറച്ചുകൂടി അതിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ചില സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഒക്കെ ഇതാക്കി റിസർച്ച് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും മൈനർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ. അതുപോലെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ജോയിൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോയി ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചില മൈനർ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ രീതിയിൽ എത്താൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൈനർ ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ FIUGP കോർഡിനേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ FIUGP കോർഡിനേറ്ററെ കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളത് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മൈനർ സെലക്ഷൻ ഒക്കെ നടത്താവുന്നതാണ്. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് FIUGPന്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് കുട്ടികൾക്കൊക്കെ തന്നെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്.
അതായത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള IISc-ന്റെ ഒരു പടമാണ്. അതായത് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 2 ക്രെഡിറ്റിന്റെ ഒരു ഇന്റേൺഷിപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇൻഡസ്ട്രിയിലോ ഏതെങ്കിലും ലാബിലൊക്കെ ഒരു 60 മണിക്കൂറിന് എൻഗേജ്മെന്റ്, നിങ്ങൾ അവിടെ ഒരു 60 മണിക്കൂർ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിന്റെയോ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെയോ അണ്ടറിൽ സ്പെൻഡ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിനാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ആ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് IIT ചെയ്യാം, ഐസറിൽ ചെയ്യാം, IIM, NIT, സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ലാബുകളിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ആ ഇന്റേൺഷിപ്പ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ 3-ാം വർഷം, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ ഇന്റേൺഷിപ്പ് പല സ്ഥലങ്ങളിൽ പോയി ചെയ്യാൻ പറ്റും. അതിന്റെ 3-ാം വർഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലാണ് നിങ്ങൾക്ക് ഈ 2 ക്രെഡിറ്റ് തരുന്നത്. ഇതിന് ഒരു എക്സ്റ്റേണൽ വാല്യുവേഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വിജയങ്ങൾക്ക് ഒരു കാരണം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസർച്ച് എക്സ്പീരിയൻസ് കിട്ടുകയും അതിൽ കൂടി നിങ്ങൾക്ക് ഹയർ റിസർച്ചിലേക്കും നിങ്ങളുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്റേൺഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് ഫസ്റ്റ് ഇയർ മുതൽ കാണുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോളേജ് ലെവലിൽ തന്നെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ചില ഇന്റേൺഷിപ്പുകൾ നമ്മുടെ കോളേജിലെ ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ ഇന്റേൺഷിപ്പ് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലൊക്കെ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ കുറെ കൂടി നല്ല രീതിയിലുള്ള ഒരു റിസർച്ച് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നമ്മുടെ റിസർച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലേക്കൊക്കെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പോകാനൊക്കെ ഈ ഇന്റേൺഷിപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും കാണേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും മേജർ വിത്ത് മൈനർ, ഇതിനെല്ലാം കൂടി പറഞ്ഞിരുന്ന കോമൺ നെയിമാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ്. മേജറിനെയും മൈനറിനെയും ഒന്നിച്ച് പറയുന്നതാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പം പഠിച്ചിട്ടുള്ളത് മേജർ 17 പേപ്പർ ആണുള്ളത്, 68 ക്രെഡിറ്റ്, മൈനർ 6 പേപ്പർ ആണ്, 3 ഇയർ ഡിഗ്രിന്റെ ഭാഗമായിട്ട് 24 ക്രെഡിറ്റ്, 2 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പ്, അങ്ങനെ മൊത്തത്തിൽ 23 പേപ്പർ ആണുള്ളത്. ആ 23 പേപ്പറിൽ ഒരു ഇന്റേൺഷിപ്പിലുമായിട്ട് 94 ക്രെഡിറ്റ് ആണ് ആദ്യത്തെ 3 വർഷം നിങ്ങൾ മേജർ മൈനർ വിഭാഗത്തിൽ നേടുന്നത്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് നമ്മുടെ സ്വിച്ചിങ് മേജർ ടു മൈനർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് നിങ്ങൾക്ക് മേജറിൽ നിന്ന് മൈനറിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം തരുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ജോയിൻ ചെയ്ത മേജർ നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല, നമുക്ക് വേറെയാണ് സ്യൂട്ടബിൾ എന്ന് അറിയെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, അതായത് 2 സെമസ്റ്ററിന് ശേഷം 3-ാം വർഷം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ മേജറിൽ നിന്ന് നിങ്ങൾക്ക് മൈനറിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഇത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് അതിൽ നിങ്ങളുടെ മൈനറിനെ മേജറാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് അത് ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ ഡിഗ്രി നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ FIUGP നമുക്ക് തരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഈ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒരു സബ്ജക്റ്റിൽ മേജറിൽ ജോയിൻ ചെയ്യുന്ന അയാൾക്ക് കൺഫ്യൂഷൻ ആണ്, ഇതിൽ എനിക്ക് ടാലന്റ് ഉണ്ടോ എന്നുള്ളത്. എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു സബ്ജക്റ്റിൽ പോകാൻ താല്പര്യം ഉണ്ട് എന്ന് വിചാരിക്കുകയും കൂടി ചെയ്യുന്ന ആളാണെങ്കിൽ ആ മേജർ എടുക്കുന്നു, രണ്ടാമത്തെ താല്പര്യമുള്ള സബ്ജക്റ്റിനെ മൈനറായി എടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന എനിക്ക് ആദ്യം വിചാരിച്ച സബ്ജക്റ്റ് അത്ര പറ്റുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് മേജർ മാറ്റിയിട്ട് മൈനർ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കൊരു കോളേജിൽ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇത് സ്വിച്ച് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാ സ്വിച്ച് ചെയ്യാനുള്ള സീറ്റുകൾ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു 60 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 10% വർധനവ് രണ്ടാമത്തെ വർഷത്തിൽ ഉണ്ടാവും ഈ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും കുട്ടികൾ TC ഒക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വേക്കൻസിയിലേക്കും സ്വിച്ച് ചെയ്ത് വരാവുന്നതാണ്. 60 കുട്ടികളുള്ള ക്ലാസ്സിലാണെങ്കിൽ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഒരു 6 സീറ്റ് കൂടി അഡീഷണൽ ഉണ്ടാവും. ആ സീറ്റുകളിലേക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്ത് വരാവുന്നതാണ്. പിന്നെ ആ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികൾ TC വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി കൂടി ഈ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചർ ആണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത്.
ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ആണ്, മേജർ മൈനർ കോഴ്സുകളെ കുറിച്ചാണ്. ഇനി അതിന് പുറത്തുള്ള ചില കോഴ്സുകൾ ഉണ്ട്. അതായത് 133 ക്രെഡിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ 94 ക്രെഡിറ്റ് ആണ് മേജർ മൈനർ വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 39 ക്രെഡിറ്റ് ഉണ്ട്. അത് എവിടുന്ന് പഠിക്കണം എന്നുള്ളതാണ്. അത് പഠിക്കുന്നത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറയുന്ന കോഴ്സിൽ നിന്നാണ്. അപ്പം പ്രധാനമായിട്ടും 13 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളാണുള്ളത്. ഈ 13 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന് എല്ലാം 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അതായത് എല്ലാ മേജർ കോഴ്സുകളും മേജർ മൈനർ കോഴ്സുകളും 4 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ എല്ലാ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളും 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അതായത് FIUGPന്റെ ഭാഗമായിട്ട് 3 ഇയർ കോഴ്സ് 3 ക്രെഡിറ്റ് കോഴ്സുകളും 4 ക്രെഡിറ്റ് കോഴ്സുകളാണ്. മേജറും മൈനറും 4 ക്രെഡിറ്റ് കോഴ്സുകളും അതിലൊരു ഇന്റേൺഷിപ്പ് 2 ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളെല്ലാം 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. ഈ 3 ക്രെഡിറ്റ് കോഴ്സുകളെല്ലാം തന്നെ 13 കോഴ്സുകളെ 4 വിഭാഗത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, AEC എന്ന് പറയും. അതായത് AEC എന്ന് പറയുന്നത് 4 കോഴ്സുകളാണ്. AEC എന്ന് പറയുന്നത് കുട്ടികളുടെ എബിലിറ്റി കൂട്ടുന്ന ടൈപ്പ് കോഴ്സുകളാണ്. പ്രധാനമായിട്ടും അത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FIUGP വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലാംഗ്വേജിലെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക. ആ തരത്തിലുള്ള കോഴ്സുകളായിരിക്കും നിങ്ങൾ ഈ 4 AEC വിഭാഗത്തിൽ പഠിക്കുന്നത്. അതിൽ 4 എണ്ണത്തിൽ 2 എണ്ണം ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 2 എണ്ണം ഇംഗ്ലീഷിലെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 എണ്ണം അഡീഷണൽ ലാംഗ്വേജ്, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം, സംസ്കൃതം, അറബിക്, ആ തരത്തിലെ ഹിന്ദി, ഇതുപോലത്തെ സെക്കൻഡ് ലാംഗ്വേജിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് 2 എണ്ണം വരുന്നത്. പിന്നെ മറ്റൊരു ഇതാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. ആ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് 3 കോഴ്സുകളാണ് ഉള്ളത്. 3 എണ്ണത്തിൽ 2 എണ്ണം എന്താണെന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റും ഓഫർ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അപ്പൊ ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ മേജറിന് പുറത്ത് നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളാണ്. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 4 എണ്ണം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതല്ല, അത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ 2 എണ്ണം ഏത് ഡിസിപ്ലിനിലെ കോഴ്സും നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങൾ ഒരു ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വേണം സുവോളജി എടുക്കാം, കൊമേഴ്സ് എടുക്കാം, അങ്ങനെ എടുക്കാം. അതായത് ഫസ്റ്റ് സെമ്മിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും എടുക്കാവുന്നതാണ്. സെക്കൻഡ് സെമസ്റ്റർ അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, രണ്ടാമത്തെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ഇത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഇംഗ്ലീഷുകാരും സെക്കൻഡ് ലാംഗ്വേജുകാരാണ് ഓഫർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിന്റെ എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെതോ ഹിന്ദിൻ്റെതോ എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് വിവിധ ഡിസിപ്ലിനെ കുറിച്ച് പുറത്തുള്ള നമ്മൾ പഠിക്കുന്ന ഡിസിപ്ലിനെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സുകളാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗത്തിലുള്ള കോഴ്സുകളാണ് വാല്യൂ ആഡഡ് കോഴ്സുകൾ. നമ്മുടെ ലൈഫിലുള്ള പലതരത്തിലുള്ള വാല്യൂസും ആഡ് ചെയ്യുന്ന ടൈപ്പുള്ള കോഴ്സുകളാണ്. പേഴ്സണാലിറ്റി, പിന്നെ പെർസ്പെക്റ്റീവ്, സെൽഫ് അവയർനെസ്, ഇതുപോലത്തെ പലതരത്തിലുള്ള വാല്യൂസ് നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് വാല്യൂ ആഡഡ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇത് 3 കോഴ്സുകളാണുള്ളത്. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ചോയ്സുകളൊന്നുമില്ല. ഈ 3 കോഴ്സുകളിൽ 2 കോഴ്സുകൾ ഇംഗ്ലീഷിന്റെ കോഴ്സുകളാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ഈ 2 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പം നിങ്ങളിൽ വാല്യൂസ് ആഡ് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ട്. ഇനി അടുത്ത കോഴ്സുകളാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, SCC എന്ന് പറയും. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സ്കില്ലുകൾ, അതായത് നമ്മുടെ ഈ ഒരു 21st സെഞ്ചുറിയിലെ പലതരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, അങ്ങനെ ഇതിനെ 4 C's എന്നൊക്കെയാണ് പറയുക. അങ്ങനത്തെ പലതരത്തിലുള്ള സ്കില്ലുകൾ കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് പറയപ്പെടുന്നുണ്ട്. ആ സ്കില്ലുകളെല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സുകളിൽ ഈ വിഭാഗത്തിൽ 3 കോഴ്സുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇംഗ്ലീഷിലെ സ്കില്ലുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഏത് ഡിസിപ്ലിനും എല്ലാ ഡിസിപ്ലിനും ഇതുപോലത്തെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്.
ഏത് ഡിസിപ്ലിന്റെ സ്കില്ലാണ് നിങ്ങൾക്ക് കൂട്ടണം എന്ന് താല്പര്യമുള്ളതെങ്കിൽ ആ വിഭാഗത്തിലുള്ള സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മേജർ ഡിസിപ്ലിൻ ആണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് മൂന്നാമത്തെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അങ്ങനെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇങ്ങനെ 4 വിഭാഗത്തിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ 4 വിഭാഗത്തിലായിട്ട് 13 കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ടേബിൾ ആണ് കാണിച്ചിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് 4 എണ്ണം, 2 ഫസ്റ്റ് സെമസ്റ്ററിലാണ്, 1 ഇംഗ്ലീഷിലും 1 സെക്കൻഡ് ലാംഗ്വേജിലും. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്, 1 ഇംഗ്ലീഷിലാണ് 1 സെക്കൻഡ് ലാംഗ്വേജിലാണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് 3 എണ്ണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ ഫസ്റ്റ് സെമ്മിൽ 1 എണ്ണം ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ 1 എണ്ണം ഉണ്ട്. ഇത് രണ്ടും എല്ലാ ഡിസിപ്ലിനും ഓഫർ ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷിന്റെതോ സെക്കൻഡ് ലാംഗ്വേജിന്റെയോ കുട്ടിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് ആണ് അടുത്തത്. അത് 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലാണ്. 3rd സെമസ്റ്ററിൽ 1 എണ്ണം ഉണ്ട്, ഇംഗ്ലീഷിൻ്റെതാണ്. 4th സെമസ്റ്ററിൽ 2 എണ്ണം ഉണ്ട്, 1 എണ്ണം ഇംഗ്ലീഷും 1 എണ്ണം സെക്കൻഡ് ലാംഗ്വേജും ആണ് വരുന്നത്. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4th സെമസ്റ്ററിൽ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്, അത് ഇംഗ്ലീഷിന്റെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്ന കോഴ്സാണ്. പിന്നെ 5th സെമസ്റ്ററിലെ എല്ലാ ഡിസിപ്ലിനും, നിങ്ങൾക്ക് ഏത് ഡിസിപ്ലിന്റെ സ്കില്ല് വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴ്സുകൾ എടുക്കാവുന്നതാണ്. പിന്നെ 6th സെമസ്റ്ററിൽ ഉണ്ട് മേജറിലെ സ്കില്ല്, ഇത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ മേജറിന് എടുക്കേണ്ടതാണ്. ഇങ്ങനെ മൊത്തത്തിൽ 13 കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ആ 13x3 എല്ലാം 3 ക്രെഡിറ്റ് ആണ്. ആഴ്ചയിൽ 3 ഹവർ ആയിരിക്കും ഉണ്ടാവുക. 13x3 39 ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 വർഷ ഡിഗ്രി കോഴ്സുകളിൽ മേജർ ഉണ്ട്. മേജറിൽ 17 പേപ്പറുകളിൽ നിന്ന് 68 ക്രെഡിറ്റ് നേടേണ്ടതായിട്ടുണ്ട്. മൈനറുകളിൽ നിന്ന് 24 ക്രെഡിറ്റ് നേടേണ്ടതായിട്ടുണ്ട്. അത് പല രീതിയിൽ നേടാന്ന് പറഞ്ഞു. 12 മൊത്തം 24 ഒന്നൊന്ന് നേടാം, അല്ലെങ്കിൽ 12+12 നേടാം, അല്ലെങ്കിൽ 3-3-3 അങ്ങനെ പല കോമ്പിനേഷനിൽ നേടാൻ പറ്റും. 6 പേപ്പർ നിങ്ങൾ പല രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ 24 ക്രെഡിറ്റ് നേടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്, 2 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പ്. പിന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ നേരത്തെ പറഞ്ഞു 13 കോഴ്സുകളിൽ നിന്നായി 39 ക്രെഡിറ്റ്. അങ്ങനെ ഈ 68 + 24 + 2 + 39 എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 133 ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് 3 വർഷ ഡിഗ്രി പ്രോഗ്രാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ 3 വർഷങ്ങൾ പഠിക്കുമ്പോഴാണ് 3 വർഷ ഡിഗ്രി പ്രോഗ്രാം നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടുന്നത്. 4 വർഷത്തിന്റെ ഒരു അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ 6 പേപ്പറാണ് പഠിക്കേണ്ടത്. ഒന്ന് മേജർ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിലെ സബ്ജക്റ്റ് ആയിരിക്കും മേജർ എന്ന് പറയുന്നത്, അതാണ് പഠിക്കേണ്ടത്. പിന്നെ മൈനർ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് 2 മൈനർ പേപ്പറുകൾ വേണമെങ്കിൽ ഒരെണ്ണത്തിൽ 2 എണ്ണം എടുക്കാം, 2 പേപ്പർ എടുക്കാം. വേണമെങ്കിൽ 2 സബ്ജക്റ്റുകളിൽ നിന്ന് 2 പേപ്പർ എടുക്കാം. അങ്ങനെ 2 എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലെ FIGP കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു അധ്യാപകൻ ഉണ്ടാവും, അവരോടുകൂടി സംസാരിച്ചിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു MDC ഉണ്ട്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന MDC നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 2 AEC, ഒരെണ്ണം ഇംഗ്ലീഷ് ആണ്, ഒരെണ്ണം സെക്കൻഡ് ലാംഗ്വേജ് അഡീഷണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളത് 3 പേപ്പറാണ്, 2 മൈനർ പേപ്പർ, 1 MDC. ബാക്കിയുള്ളത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളെ ഡിസിപ്ലിൻ അനുസരിച്ച് പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ 4 വർഷ ഡിഗ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 133 ക്രെഡിറ്റ് ആണ് 3 വർഷത്തിലുള്ളത്. 4ാം വർഷത്തിൽ ഒരു 44 ക്രെഡിറ്റ് കൂടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. അങ്ങനെയാണ് മൊത്തത്തിൽ 177 ക്രെഡിറ്റ് വരുന്നത്. ഇനി ആ 177 ക്രെഡിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ 7th സെമസ്റ്ററിൽ നിങ്ങൾ 5 മേജർ പേപ്പർ പഠിക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് 5x4 20 ക്രെഡിറ്റ് 5ാമത്തെ സെമസ്റ്ററിൽ 7ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ 8ാമത്തെ സെമസ്റ്ററിൽ ആണ് നമ്മുടെ പ്രോജക്റ്റ് വരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെടുക്കാന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് എടുക്കാം, 12 ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റും 3 പേപ്പറും. ആ ഒരു 8ാമത്തെ സെമസ്റ്ററിൽ 24 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് 24 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതിൽ 12 ക്രെഡിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോജക്റ്റിൽ നിന്ന് കിട്ടും, 12 ക്രെഡിറ്റിന്റെ പേപ്പറും പഠിച്ചാൽ മതി. അല്ലെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടി ഹോണേഴ്സ് പ്രോഗ്രാം എടുക്കുകയാണ്, പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാതെ 6 പേപ്പർ
തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 8ാമത്തെ സെമസ്റ്റർ പഠിക്കാൻ പറ്റും. അങ്ങനെ 8ാമത്തെ സെമസ്റ്ററിൽ 24ഉം 7th സെമസ്റ്ററിൽ 20ഉം അങ്ങനെ 44 ക്രെഡിറ്റ് ആണ് 4ാമത്തെ വർഷം നിങ്ങൾ നേടേണ്ടത്. അങ്ങനെ 133 പ്ലസ് 44 അങ്ങനെയാണ് 177 ക്രെഡിറ്റ് കിട്ടുന്നത്. ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ 177 ക്രെഡിറ്റ് കുട്ടി എടുക്കുകയും ആ 177 ക്രെഡിറ്റിന്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാം പാസ്സാകുകയും ചെയ്താൽ കുട്ടിക്ക് 4 വർഷ ഡിഗ്രി കിട്ടും. 4 വർഷ ഡിഗ്രി എന്തിലൊക്കെ കിട്ടും വെച്ചാൽ ഹോണേഴ്സിൽ കിട്ടും, ഹോണേഴ്സ് വിത്ത് റിസർച്ചിൽ കിട്ടും. അത് എന്താണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ കുട്ടി എടുക്കുന്ന പ്രോജക്റ്റ് എടുക്കുന്നുണ്ടോ, പ്രോജക്റ്റ് എടുക്കുന്ന ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണ് അത് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് 4ാം വർഷ ഡിഗ്രി ഏത് രീതിയിലുള്ള ഡിഗ്രിയാണ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ അക്കാഡമിക് ലെവൽസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ പേപ്പറുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വിവിധ അക്കാഡമിക് ലെവലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് അക്കാഡമിക് ലെവലിലെ 0 to 499 വരെയുള്ള രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് 0 to 99 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് അക്കാഡമിക് ലെവൽ. അതെന്ന് പറയുന്നത് നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ, പ്രീ റിക്വസൈറ്റ്സ് ഫോർ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള +2 ലെവൽ കോഴ്സുകളെയാണ് ഫസ്റ്റ് അക്കാഡമിക് ലെവൽ 0 to 99 ഉള്ളത്. നിങ്ങൾ നിങ്ങളിപ്പം ഡിഗ്രിക്ക് വരുന്ന സമയത്ത് ഇതുവരെ പഠിച്ചിട്ടുള്ളതിനൊക്കെ നമുക്ക് ഫസ്റ്റ് ലെവലിലുള്ള എന്ത് പറയാം ഒരു ഫൗണ്ടേഷൻ കോഴ്സുകൾ ആയിട്ട് പറയാൻ പറ്റും. 0 to 99 അക്കാഡമിക് ലെവലിലുള്ള കോഴ്സുകളായിട്ട് പറയാൻ പറ്റും. ഇനി നിങ്ങൾ 1ാം വർഷ ഡിഗ്രിയിൽ 1-2 സെമസ്റ്ററുകൾ പഠിക്കുമ്പോൾ അതിന്റെ അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത് 100 to 200 ആണ്, അല്ലെങ്കിൽ 100 to 199 ആണ്. പിന്നെ ഉള്ളത് നിങ്ങൾ 3rd സെമസ്റ്റർ 4th സെമസ്റ്ററിൽ പഠിക്കുന്നത് 200 to 299 അക്കാഡമിക് ലെവലിലുള്ള പേപ്പേഴ്സ് ആണ്. ഇനി 300 to 399 എന്ന് പറയുന്നത് 5th and 6th സെമസ്റ്ററിലാണ്. 7th and 8th സെമസ്റ്ററിലുള്ള അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത് 400 to 499 അക്കാഡമിക് ലെവലിൽ വരുന്നതാണ്. ഇനി നമ്മൾ വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഡിഫറെന്റ് അക്കാദമിക് പാത്വേസ് ഉണ്ടെന്ന്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. FIUGPന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും 5 അക്കാഡമിക് പാത്വേസ് ആണ് ഉള്ളത്. അതിൽ 5 അക്കാഡമിക് പാത്വേസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് അക്കാഡമിക് പാത്വേയാണ് സിംഗിൾ മേജർ പാത്വേ. സിംഗിൾ മേജർ പാത്വേ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് അക്കാഡമിക് പാത്വേ. ആ അക്കാഡമിക് പാത്വേയിൽ മേജർ എന്ന് പറയുന്നത് ഉണ്ടാവും. മേജർ എന്ന് പറയുന്നത് 68 ക്രെഡിറ്റ് ഉള്ള മേജർ ഉണ്ടാവും. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സിംഗിൾ മേജർ പാത്വേയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മേജർ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. മൈനർ എന്തില്ല എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞോണം ഒരു മൈനറിനോ 2 മൈനറിനോ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മൈനറുകൾ എടുക്കാൻ പറ്റും. 6 മൈനർ വിഭാഗത്തിൽ 24 ക്രെഡിറ്റ് ആ വേണ്ടത്. 24 ക്രെഡിറ്റ് കുട്ടിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതായത് വേണമെങ്കിൽ 2-2-2 എന്നുള്ള എടുക്കാം. 2 ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, 2 ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, 2 ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ 6 ഡിഫറെന്റ് രീതിയിൽ എടുക്കുന്നു. അങ്ങനെ എടുത്താൽ കുട്ടിക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ കുട്ടീന്റെ മേജർ മാത്രമേ സ്പെസിഫൈ ചെയ്യുള്ളൂ. അപ്പം കുട്ടിയുടെ പാത്വേ എന്ന് പറയുന്നത് സിംഗിൾ മേജർ പാത്വേ ആയിരിക്കും. അതിന് നേരത്തെ പറഞ്ഞോ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. മൈനർ സ്പെസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടി ഒന്നുകിൽ എന്തെടുക്കണം, 6 ഒരു സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ 3 എന്നുള്ള രീതിയിൽ എടുക്കണം. അല്ലാത്തതൊക്കെ എന്താണ് സിംഗിൾ മേജർ പാത്വേയിലായിരിക്കും വരുന്നുണ്ടാവുന്നത്. അപ്പം വേണമെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, BSc ഡിഗ്രി ഹോണേഴ്സ് ഇൻ കെമിസ്ട്രി മേജർ. അതായത് കെമിസ്ട്രി മേജർ ആയി എടുത്തുകൊണ്ട് കുട്ടി ഒരു ഹോണേഴ്സ് ഡിഗ്രി എടുക്കുന്നു. അത് ഒരു ഏതാണ് സിംഗിൾ മേജർ പാത്വേ ആണ്. ഇതിൽ എന്തില്ലാന്ന് വെച്ചാൽ കുട്ടി ഒരു മൈനറിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല. അതായത് ഇനി മുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിഗ്രിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രിയിൽ കിട്ടുന്ന സമയത്ത് കുട്ടീന്റെ മേജറിനോടൊപ്പം മൈനർ ഏതാണെന്നും കൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. മുമ്പ് അങ്ങനെയല്ല, കുട്ടി മൈനർ ഒക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ ഒരു മേജർ എടുക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫിസിക്സ് ഡിഗ്രി കിട്ടുക എന്ന് വെച്ചാൽ അവരുടെ ആ ഡിഗ്രിയിൽ മാത്സോ കെമിസ്ട്രി അല്ലെ മാത്സോ ഇലക്ട്രോണിക്സോ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ എന്തായാലും ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, കുട്ടിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മൈനർ. ആ മൈനർ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ ആ മൈനറിന്റെ പേര് കൂടി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നതാണ്. ഇപ്പം സിംഗിൾ മേജറിലാണെങ്കിൽ അത് ഉണ്ടാവില്ല. കാരണം മൈനർ എന്താണെന്ന് വെച്ചാൽ റാൻഡ് ആയിട്ടാണ് കുട്ടി സെലക്ട് ചെയ്യുന്നത്. ഇനി മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ആണ്, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതുവരെ ഉള്ള സംവിധാനത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു പാത്വേ. ഇപ്പോൾ കോളേജുകളിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷം വരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്വേയിലാണ്.
അതായത് മേജറിന് 68 ക്രെഡിറ്റ് ഉണ്ട്, 2 മൈനർ കുട്ടി എടുക്കണം. അതായത് ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അദ്ദേഹത്തിന്റെ മൈനർ ആയിട്ട് എടുക്കുന്നുണ്ടാവും. ആ രീതിയിലാണ് എന്ത് ഈ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേയിൽ വരുന്നത്. ഒരു മേജർ 2 മൈനർ. ഫസ്റ്റ് മൈനറിന് 12 ക്രെഡിറ്റ് കിട്ടണം, രണ്ടാമത്തെ മൈനറിൽ നിന്ന് 12 ക്രെഡിറ്റ്. 12 ക്രെഡിറ്റ് വെച്ചാൽ 3 പേപ്പർ പഠിക്കണം. ഫസ്റ്റ് സെമ്മിൽ 1, സെക്കൻഡ് സെമ്മിൽ 1, തേർഡ് സെമ്മിൽ 1. രണ്ടാമത്തെ മൈനറിലും ഫസ്റ്റ് സെമ്മിൽ 1, സെക്കൻഡ് സെമസ്റ്ററിൽ 1, തേർഡ് സെമസ്റ്റർ 1. ആ രീതിയിൽ കുട്ടി 2 മൈനറുകളിൽ നിന്നായി 12 ക്രെഡിറ്റ് നേടി 24 ക്രെഡിറ്റ് നേടുകയാണെങ്കിൽ കുട്ടിയുടെ പാത്വേ എന്ന് പറയുന്നത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ ആയിരിക്കും. ഉദാഹരണമായിട്ട് ഫിസിക്സ് മേജറിൽ അഡ്മിഷൻ എടുത്ത കുട്ടി കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് മൈനർ എടുക്കുന്നതെങ്കിൽ കുട്ടീന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. BSc ഡിഗ്രി ഇൻ ഫിസിക്സ് മേജർ വിത്ത് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സ് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റിൽ തന്നെ അവരുടെ മൈനർ എന്ത് ചെയ്യുന്നുണ്ടാവും, കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു പാത്വേ ആണ് മേജർ വിത്ത് മൈനർ പാത്വേ. ഈ ഒരു പാത്വേന്റെ പ്രത്യേകത മേജർ എല്ലാത്തിനും 68 ക്രെഡിറ്റ് ആണ്. ഇതിൽ ഒരു മൈനർ എന്നിട്ട് 24 ക്രെഡിറ്റ് ഉണ്ട്. അതായത് കുട്ടി എടുക്കുന്നത് മേജർ വിത്ത് മൈനർ പാത്വേയിൽ കുട്ടി എടുക്കുന്ന ഒരു മൈനർ മാത്രമാണ്. ആ മൈനറിനകത്ത് അതായത് 24 ക്രെഡിറ്റ് ഒരു സബ്ജക്റ്റിൽ നിന്നാണ് നേടുന്നത്. അതായത് ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി കെമിസ്ട്രിയിലെ 6 പേപ്പറുകൾ എടുക്കുന്നു. അതായത് ഓരോ സെമസ്റ്റർ മൈനർ പ്രോഗ്രാം ആദ്യത്തെ 3 സെമസ്റ്ററിലാണ് ഉള്ളത്. അപ്പൊ കുട്ടി എടുക്കുന്നത് ആദ്യത്തെ സെമസ്റ്റർ 2 എടുക്കുന്നു, രണ്ടാമത്തെ സെമസ്റ്റർ 2, മൂന്നാമത്തെ സെമസ്റ്റർ 2, അങ്ങനെ 2, 2, 2 നേടി 6 പേപ്പർ. അപ്പോൾ 24 ക്രെഡിറ്റ് കിട്ടും. അത് ആദ്യത്തെ 3 വർഷത്തിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് കുട്ടി നേടുകയാണെങ്കിൽ കുട്ടി ഏതായിരിക്കും എന്ന് വെച്ചാൽ മേജർ വിത്ത് മൈനർ പാത്വേയിലായിരിക്കും. ഉദാഹരണമായിട്ട് BA ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് മേജർ വിത്ത് ഫങ്ഷണൽ ഇംഗ്ലീഷ് മൈനർ. കുട്ടി ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്യുന്നു, ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ് അവരുടെ മൈനർ ആയിട്ട് 6 പേപ്പർ എടുക്കുന്നതെങ്കിൽ കുട്ടീന്റെ ഡിഗ്രി ഈ രീതിയിലായിരിക്കും. ഇനി മറ്റൊരു ഇതാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ. കുട്ടിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതൊരു കുട്ടിക്കും മേജറിനോടൊപ്പം തന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള മൈനറിന് പുറത്ത് വൊക്കേഷണൽ മൈനർ വിഭാഗത്തിലുള്ള കോഴ്സുകൾ എടുക്കാൻ പറ്റും. വൊക്കേഷണൽ മൈനർ മീൻസ് നമ്മൾ ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡാറ്റ സയൻസോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കോഴ്സുകളൊക്കെ കുട്ടിക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ ആ തരത്തിലുള്ള വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നേടാൻ പറ്റും. ഇതിലെ പ്രത്യേകത 68 ക്രെഡിറ്റ് മേജറിലുണ്ട്, 24 ക്രെഡിറ്റ് മൈനറിലുണ്ട്. വൊക്കേഷണൽ മൈനറിൽ നേടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം 24 ക്രെഡിറ്റ് വൊക്കേഷണൽ മൈനറിലായിരിക്കും കുട്ടി നേടുന്നത്. പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് BSc ഡിഗ്രി ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് മേജർ വിത്ത് ഡാറ്റ അനാലിസിസ് മൈനർ. ഡാറ്റ അനാലിസിസ് പറയുന്ന വിഭാഗത്തിലാണ് കുട്ടി വൊക്കേഷണൽ മൈനർ എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് ഏത് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്? ഈ തരത്തിലുള്ള ഒരു ഡിഗ്രി ആയിരിക്കും. ഇനി അഞ്ചാമത്തെ പാത്വേ ആണ്. അഞ്ചാമത്തെ പാത്വേ എന്ന് വെച്ചാൽ ഡബിൾ മേജർ പാത്വേ ആണ്. ഇത് മിക്കവാറും കോളേജുകളിലൊക്കെ വളരെ കുറഞ്ഞ കോളേജുകളിൽ മാത്രമുള്ള പാത്വേ ആണ്. ഏതെങ്കിലും ചില കോളേജുകളിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ആവശ്യത്തിനുള്ള കോളേജുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ മേജർ പാത്വേ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ആർട്സ് കോളേജിലാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡബിൾ മേജർ. അതായത് ഹിസ്റ്ററി അറബിക്കാണ് ഡബിൾ മേജർ പാത്വേയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ മുമ്പ് ഡുവൽ മേജർ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിലുള്ള സംവിധാനം ആയതുകൊണ്ട് ഈ വർഷവും ഡബിൾ മേജർ പാത്വേയിലായിരിക്കും കുട്ടികളെ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഡബിൾ മേജർ പാത്വേയിലേക്ക് പോകുന്ന സമയത്ത് 50% ക്രെഡിറ്റ് കുട്ടിയുടെ ആദ്യത്തെ മേജറിലായിരിക്കും എടുക്കുന്നുണ്ടാവും. രണ്ടാമത്തെ മേജറിൽ 40% ക്രെഡിറ്റ് ആയിരിക്കും. അതായത് 68 ക്രെഡിറ്റ് കുട്ടി നേടുന്നത് ആദ്യത്തെ മേജറിൽ നിന്നും 53 ക്രെഡിറ്റ് രണ്ടാമത്തെ മേജറിൽ നിന്നാണ് കുട്ടി നേടുന്നത്. അങ്ങനെ 121 ക്രെഡിറ്റ് മേജർ എ മേജർ ബി യിൽ നിന്ന് കുട്ടിക്ക് നേടും. ബാക്കിയുള്ള 12 ക്രെഡിറ്റ് ആയിരിക്കും ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് കുട്ടി നേടുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ ഈ ഒരു ഡബിൾ മേജർ പാത്വേയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങനത്തെ കമ്പോണന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പേര് പറയുകയാണെങ്കിൽ BA ഡിഗ്രി ഇൻ അറബിക് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മേജർ. നമ്മുടെ ആർട്സ് കോളേജിലുള്ള ഒരു ഇതാണ് അറബിക് ഹിസ്റ്ററി ഡബിൾ മേജർ കോഴ്സ് ഉണ്ട്. അത് അവര് ആ ഡിപ്പാർട്ട്മെന്റിൽ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്നവരൊക്കെ ഈ ഒരു കോഴ്സിലായിരിക്കും ഈ ഒരു പാത്വേയിലായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മുടെ FIGP ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫീച്ചേഴ്സ് കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ തോന്നുന്നു.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 18 വീക്ക് ആണെന്ന് പറഞ്ഞു. അതിൽ 15 വീക്ക് ആയിരിക്കും ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സിലബസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് 15 വീക്കിലേക്കുള്ളതായിരിക്കും. 15 ആഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഒരു വീക്കിൽ പഠിപ്പിക്കുന്നുണ്ടാവുക. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിലബസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ക്രെഡിറ്റ് തിയറി പേപ്പർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാണ് ഒരു ലെക്ചർ ഹവർ. ഒരു ക്രെഡിറ്റ് തിയറി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ലെക്ചർ ഹവർ ആയിരിക്കും, ഒരു അവർ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേപ്പറിൽ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രാക്ടിക്കൽ വരുന്നത്. ഇതുവരെയായിട്ട് ഡിഗ്രി സംവിധാനങ്ങളിലൊക്കെ പ്രാക്ടിക്കലിനൊക്കെ സെപ്പറേറ്റ് പേപ്പറുകളായിരുന്നു. ഇപ്പം BSc ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി 3 വർഷം ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഇതുവരെ 3 പ്രാക്ടിക്കൽ പേപ്പർ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിന്റെ കൂടി ഒന്നിച്ചൊരു പ്രാക്ടിക്കൽ പേപ്പർ, അതായത് അത് സെക്കൻഡ് ഇയറിന്റെ അവസാനമാണ് കുട്ടി ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്നുണ്ടാവുക. പിന്നെ ഫൈനൽ ഇയറിന് 2 പ്രാക്ടിക്കൽ പേപ്പർ, അങ്ങനെ 3 പ്രാക്ടിക്കൽ പേപ്പറുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇനിയുള്ള സംവിധാനത്തിൽ അങ്ങനെയല്ല. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ ഓരോ പേപ്പറിന്റെ കൂടെ കുറച്ച് ഭാഗം പ്രാക്ടിക്കലിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കലിനായിട്ട് എന്തില്ല, സെപ്പറേറ്റ് പേപ്പർ ഇല്ല. അപ്പോൾ ചില പേപ്പറുകൾ ഒക്കെ 4 ക്രെഡിറ്റ് കോഴ്സുകളൊക്കെ പ്രാക്ടിക്കൽ ഉള്ള പേപ്പറുകളാണ്. പ്രാക്ടിക്കൽ ഉള്ള പേപ്പറിന് മണിക്കൂർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു ക്രെഡിറ്റ് പ്രാക്ടിക്കൽ ആണെങ്കിൽ 2 മണിക്കൂർ ആയിരിക്കും എന്ത് ലാബ് സെക്ഷൻ എന്ന് പറയുന്നത്. തിയറിക്ക് ഒരു ക്രെഡിറ്റ് വെച്ചാൽ 1 മണിക്കൂർ ആണെങ്കിൽ പ്രാക്ടിക്കൽ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പം 4 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ കോഴ്സുകളും 15 ആഴ്ചയിലേക്കാണ് എന്തുണ്ടായിട്ടുള്ളത് നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 4 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ ഓരോ ആഴ്ചയിലും 4 ക്ലാസ്, അങ്ങനെ 15 ആഴ്ച വരുമ്പോഴേക്ക് 60 ക്ലാസ്. അപ്പോൾ നമ്മുടെ 4 ക്രെഡിറ്റ് കോഴ്സുകളൊക്കെ തന്നെ 60 മണിക്കൂർ ലെക്ചേഴ്സ് ആണ് ആവശ്യമുള്ളത്. അതായത് സിലബസിൽ 60 മണിക്കൂർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട സിലബസ് ആയിരിക്കും 4 ക്രെഡിറ്റ് കോഴ്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. 3 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ 3 × 15 45 ലെക്ചർ ഹവേഴ്സുകളായിരിക്കും ആ വീക്ക് ഇതുണ്ടാവുക, മൊത്തം ആ സെമസ്റ്ററിൽ ഉണ്ടാവുക. അങ്ങനെ ഉള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞോണം സെപ്പറേറ്റ് പേപ്പർ ഇല്ല പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ളത്. കോഴ്സിന്റെ കൂടെ തന്നെയാണ്, തിയറിന്റെ കൂടെ തന്നെയാണ് എന്തുള്ളത് പ്രാക്ടിക്കൽ ഉള്ളത്. അതൊക്കെ 4 ഇയർ FIUGPന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ. അതായത് നമ്മുടെ സിലബസിന്റെ 20% ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ആണ്. അതായത് 20% ഓപ്പൺ എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക്, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അവിടെ എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഒരു ചെറിയൊരു ഡയറക്ഷൻ തരും, ഇന്ന ഏരിയ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയൊരു വാക്ക് മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി തരുന്നത്. അധ്യാപകനാണ് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഓപ്പൺ എൻഡഡ് മോഡ്യൂളിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അധ്യാപകൻ ഒരു സെമിസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ സെമിസ്റ്ററിൽ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ സിലബസ് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ, അതായത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത് അവരെ അംഗീകരിച്ചിട്ടാണ് ഈ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ പഠിപ്പിക്കേണ്ടത്. ആ രീതിയിൽ അധ്യാപകർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണുള്ളത്. ഒരു അധ്യാപകന്, താല്പര്യമുള്ള അധ്യാപകന് കുറച്ചുകൂടി അഡീഷണൽ താല്പര്യമുള്ള ഏരിയ പഠിപ്പിക്കണമെങ്കിൽ അത് സിലബസിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കാവുന്നതാണ്. ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിന്റെ പരീക്ഷയൊക്കെ നടത്തി അതിന് മാർക്ക് ഇടുന്നതും ആ ഒരു അധ്യാപകൻ തന്നെയായിരിക്കും. പിന്നെ മറ്റൊരു ഫീച്ചറാണ് ഈ അധ്യാപകർക്ക് തന്നെയുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് സിഗ്നേച്ചർ കോഴ്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് അവർക്ക് തന്നെ ചില കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഡിസൈൻ ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ ഏറ്റവും നൂതനമായ കോഴ്സുകൾ, സിലബസിന്റെ ഭാഗം അല്ലാത്ത കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഉൾക്കൊള്ളുന്ന കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ടത് ഈ സാധനം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഒരു അംഗീകാരം, അതായത് നമ്മുടെ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, സിലബസുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ്. ആ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഒരു അംഗീകാരം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കോഴ്സുകൾ പഠിപ്പിക്കേണ്ടത്. പിന്നെ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഇലക്ടീവ് കോഴ്സുകൾ ഉണ്ടാവും 5ാമത്തെയും 6ാമത്തെയും സെമിസ്റ്ററുകൾ. അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 5ഉം 6ഉം സെമിസ്റ്ററുകളിൽ ചില കോഴ്സുകളൊക്കെ ഇലക്റ്റീവ് ആണ്, അത് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിൽ തന്നെ എന്തുണ്ടെന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻ.
ഇപ്പോൾ ഫിസിക്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ മെറ്റീരിയൽ സയൻസിലൊക്കെ സ്പെഷ്യലൈസേഷൻ അല്ല ഒപ്റ്റിക്സിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിഫ്ത്തിലും സിക്സ്ത്തിലും 2 പേപ്പർ വീതമാണ് ഇലക്ടീവ് കോഴ്സുകളായിട്ടുള്ളത്. ബാക്കിയൊക്കെ കുട്ടി നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഇലക്ടീവ് കുട്ടിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കുറച്ചൊരു ബാസ്ക്കറ്റ് ഉണ്ടാവും, കുറെ കോഴ്സുകൾ അതിൽ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു 10 കോഴ്സുകൾ ഉണ്ടായാലും ചിലപ്പോൾ 2 or 3 കോഴ്സുകളൊക്കെ ആയിരിക്കും കുട്ടി സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഫിഫ്ത്ത് സെമസ്റ്ററിൽ 2 ഇലക്ടീവ് കോഴ്സുകളാണ് ഉള്ളത്. അപ്പം ഫിഫ്ത്ത് സെമസ്റ്ററിലുള്ള ഓഫർ ചെയ്യുന്ന കോഴ്സുകളിൽ 5 or 6 കോഴ്സുകളിൽ കുട്ടി 2 കോഴ്സ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ആ സെലക്ട് ചെയ്യുന്നത് കുട്ടിക്ക് ചില സ്പെഷ്യലൈസ്ഡ് പേപ്പേഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ ഫിഫ്ത്ത് സെമസ്റ്ററിൽ 2 ഇലക്ടീവ് ഉണ്ട്, സിക്സ്ത് സെമസ്റ്ററിൽ 2 ഇലക്ടീവ് ഉണ്ട്. കുട്ടി ഈ 4 ഇലക്ടീവും ഒരു പേപ്പറിൽ നിന്ന് എടുക്കുകയാണ്, ഒരു ഏരിയയിൽ നിന്ന് എടുക്കുകയാണ്. കുട്ടിക്ക് ആ ഒരു ഏരിയയിൽ ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടും. അപ്പം കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലും ഈ സ്പെഷ്യലൈസേഷൻ കാണിക്കുന്നുണ്ടാവും. കുട്ടിക്ക് അപ്പോൾ ആ ഒരു റിലേറ്റഡ് ഏരിയയിൽ ആ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഏരിയയിൽ റിസർച്ച് ചെയ്യാനൊക്കെ അത് ഒരുപാട് സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻ നല്ലൊരു ഫീച്ചറാണ്. കുട്ടികൾക്ക് കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടാൻ വേണ്ടി റിസർച്ചിലേക്കോ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിക്കോ കിട്ടാൻ വേണ്ടിയിട്ട് ചില സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിച്ചാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ എവാലുവേഷൻ. നമ്മുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഡ് സെമസ്റ്റർ, അതായത് 1, 3, 5, 7 സെമസ്റ്ററുകളൊക്കെ കോളേജിൽ തന്നെയാണ് വാല്യുവേഷൻ വരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വാല്യുവേഷൻ പോകുന്നില്ല. കോളേജിൽ തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ടാവും. അത് തരുന്ന മുറയ്ക്ക് കോളേജിൽ എക്സാമിനേഷൻ നടത്തിയിട്ട് കോളേജിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇതാണ് എന്തുള്ളത് ഇപ്പോഴത്തെ ഇതിൽ ഉള്ളത്. ഇനി FIUGP വരുന്നത് ഈവൻ സെമസ്റ്റർ 2, 4, 6, 8 സെമസ്റ്ററുകളിലൊക്കെ യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെയായിരിക്കും വാല്യുവേഷൻ വരുന്നത്. ഈ വാല്യുവേഷൻ ഒക്കെ യൂണിവേഴ്സിറ്റിന്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പരാതിപ്പെടാനുള്ള ബോഡികളൊക്കെ തന്നെ നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ആ തരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അറ്റൻഡൻസിന് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി പരീക്ഷ എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. 50% താഴെയാണെങ്കിൽ കുട്ടി വീണ്ടും റീ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പൊ 75%-ലധികം അറ്റൻഡൻസ് നിർബന്ധമായും വേണം. അത് ഒരു മാൻഡേറ്ററി ആണ്. പക്ഷേ ഈ അറ്റൻഡൻസ് എന്തില്ലാന്ന് വെച്ചാൽ ഇന്റേണലിൽ ഒരു മാർക്ക് കൊടുക്കുന്നില്ല. മുൻ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സംവിധാനത്തിലൊക്കെ അറ്റൻഡൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അറ്റൻഡൻസിനനുസരിച്ച് ഒരു മാർക്ക് ഇന്റേണലിലുണ്ട്. അതില്ല. അറ്റൻഡൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിട്ടാണ് കാണുന്നത്. അറ്റൻഡൻസ് 75% പരീക്ഷ എഴുതാം, പക്ഷെ അറ്റൻഡൻസ് കൊണ്ട് ഒരു മാർക്ക് കുട്ടിക്ക് കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ക്രെഡിറ്റ് ഫോർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതായത് കുട്ടിക്ക് വേണമെങ്കിൽ പല പല ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികൾക്ക് ചില ക്രെഡിറ്റുകൾ കിട്ടും. NSS, NCC, പിന്നെ സ്പോർട്സ് ഇവന്റ്, പിന്നെ യൂണിയൻ, കോളേജ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഭാരവാഹികൾ, ഇവർക്കൊക്കെ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അത് 6ാമത്തെ സെമസ്റ്ററിൽ SCC3, അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് 3 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അതിലാണ് ഇത് കിട്ടുന്നത്. കുട്ടിക്ക് ഈ ഒരു ക്രെഡിറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റിന്റെ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ 6ാമത്തെ സെമസ്റ്ററിൽ ഉള്ള ഈ പേപ്പർക്ക് കുട്ടിക്ക് വേണമെങ്കിൽ പാസ് മാർക്ക് കിട്ടുന്നതാണ്. അതായത് 100-ൽ 33 മാർക്ക് നേടിക്കൊണ്ട് ഈ ഒരു വിഭാഗത്തിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പാസ് മാർക്ക് കുട്ടിക്ക് കിട്ടുന്നതാണ്. ഇനി അതിലധികം മാർക്ക് കുട്ടിക്ക് നേടണം എന്നുണ്ടെങ്കിൽ കുട്ടി വീണ്ടും പരീക്ഷ എഴുതിയിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോ കരിക്കുലർ ഇതിന്റെ ഭാഗമായിട്ടുള്ള മിനിമം പാസ് ഗ്രേഡ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചറാണ് കുട്ടിക്ക് വേണമെങ്കിൽ ഇന്റർ കോളേജ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറുകളൊക്കെ പോസിബിൾ ആണ്. ഓരോ സെമസ്റ്ററിന്റെ തുടക്കത്തിൽ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്കുള്ള ട്രാൻസ്ഫറുകളൊക്കെ പോസിബിൾ ആണ്. യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറും പോസിബിൾ ആണ്. അപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു അവസരം അവരുടെ പാരന്റ്സ് ഒക്കെ എവിടേക്കെങ്കിലും മാറി പോകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് ഡിഗ്രി കാലയളവിൽ ഒരിക്കൽ മാത്രമേ അത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേണം, നേരത്തെ കാണിച്ചിട്ടുള്ളത് വേണം.
ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് കോഴ്സുകളിലാണെങ്കിൽ 100 മാർക്കാണ്. അതായത് 100 മാർക്കിന്റെ 75 മാർക്കിന്റെ പേപ്പേഴ്സ് ആണ് ഇനി ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞു 3 ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് കോഴ്സുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ 4 ക്രെഡിറ്റ് കോഴ്സുകൾക്ക് 100 മാർക്കായിരിക്കും, 3 ക്രെഡിറ്റ് കോഴ്സുകൾക്ക് 75 മാർക്കായിരിക്കും. അതിന്റെ 70% അല്ലെങ്കിൽ 30% ആണ് ഇന്റേണൽ കമ്പോണന്റ് വരുന്നത്. 100 മാർക്ക് കോഴ്സുകളിൽ 70% എക്സ്റ്റേണൽ വാല്യുവേഷൻ ആയിരിക്കും, എക്സ്റ്റേണൽ എക്സാം ആയിരിക്കും. ബാക്കിയുള്ള 30 മാർക്ക് എന്തായിരിക്കും? ഇന്റേണൽ മാർക്ക് ആയിരിക്കും വരുന്നത്. അതിൽ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉള്ള പേപ്പർ, എല്ലാ പേപ്പറിനും ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ ഉള്ള പേപ്പറിനും ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറിനായിരിക്കും ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉണ്ടാവുക. ഓപ്പൺ എൻഡഡ് മോഡ്യൂളിന് 10 മാർക്ക്. ഇത് അധ്യാപകൻ തന്നെ സിലബസ് ഉണ്ടാക്കി ക്ലാസ് എടുത്ത് വാല്യൂ ചെയ്തിട്ട് 10 മാർക്ക് ഇടും. 10 മാർക്കിൽ എത്ര മാർക്കാണോ ഉള്ളത് ഇടും. ബാക്കിയുള്ള 20 മാർക്ക് ബാക്കിയുള്ള പാർട്ടിന്റെ ഇടും. അങ്ങനെ 30 മാർക്ക് ഇന്റേണൽ ആയിരിക്കും, പിന്നെ 70 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് 4 ക്രെഡിറ്റ് ഉണ്ടാവുക. പിന്നെ 4 ക്രെഡിറ്റ് പ്രാക്ടിക്കൽ ഉള്ള പേപ്പറിനാണെങ്കിൽ 20 മാർക്കായിരിക്കും പ്രാക്ടിക്കൽ ഉള്ള ആ പാർട്ടിന്. ബാക്കിയുള്ള പാർട്ടിന് 10 മാർക്ക്, 70 മാർക്ക് എക്സ്റ്റേണൽ, അങ്ങനെ 100 മാർക്ക്. അപ്പൊ 30 മാർക്ക് ഇന്റേണൽ ആയിട്ടാണ് ഈ 4 ക്രെഡിറ്റ് കോഴ്സിൽ വരുന്നത്. ഇനി 3 ക്രെഡിറ്റ് കോഴ്സുകൾ പറയുകയാണെങ്കിൽ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉള്ള ഇതാണെങ്കിൽ 5 മാർക്ക് ഓപ്പൺ എൻഡഡ് മോഡ്യൂളിന്, 20 മാർക്ക് ബാക്കിയുള്ള പാർട്ടിന്റെ ഇന്റേണൽ, 50 മാർക്ക് ആയിരിക്കും എക്സ്റ്റേണൽ. അങ്ങനെ ടോട്ടൽ 75 വരുന്നു. പിന്നെ 3 ക്രെഡിറ്റ് കോഴ്സുകളിൽ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉള്ളതിനാണെങ്കിൽ, പ്രാക്ടിക്കൽ ഉള്ളതിനാണെങ്കിൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കം എന്ന് പറയും. ചില ഇംഗ്ലീഷിനൊക്കെ കോഴ്സുകളിലൊക്കെ ചില പ്രാക്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ പ്രാക്ടിക്കം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സബ്ജക്റ്റുകളിൽ 15 മാർക്കായിരിക്കും പ്രാക്ടിക്കൽ ആ വിഭാഗത്തിന് ഉണ്ടാവുക. പിന്നെ 10 മാർക്ക് അതർ പാർട്ടിന്റെ ഇന്റേണൽ ആയിട്ട് വരും. എക്സ്റ്റേണൽ 50, മൊത്തം 75. ഈ രീതിയിലാണ് നമ്മുടെ എക്സാമിനേഷൻ വാല്യുവേഷൻ വരുന്നത്. ഇത്രയാണ് ഈ ഒരു FIUGP പുതിയ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പം 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു.